ഹായ് LCHF കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മട്ടൻ സൂപ്പ് റെസിപ്പിയുമായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷവും ഈ റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് പഠിച്ചിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു LCHF റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം. LCHFിൽ സൂപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരീരത്തിലേക്ക് ശുദ്ധമായ കൊഴുപ്പ് എത്തിക്കുന്ന നല്ലൊരു സോഴ്സാണ് സൂപ്പുകൾ. ബ്രോയിലർ കോഴി ഒഴികെ എല്ലാ ഇറച്ചികളും ഉപയോഗിച്ചും സൂപ്പ് തയ്യാറാക്കാം. വാട്ടർ ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് ഈ സൂപ്പിൻ്റെ വെള്ളം കഴിക്കാം. സൂപ്പിലൂടെ നമുക്ക് ഒരുപാട് നേരം നല്ല എനർജി ലഭിക്കും. വെജിറ്റബിൾ കൊണ്ടും മീൻ കൊണ്ടും സൂപ്പ് തയ്യാറാക്കാം. ചെമ്മീൻ കൊണ്ടും ഒട്ടകം കൊണ്ടും മുന്നേ ഞാൻ സൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ ഫ്ലേവർ കിട്ടാൻ വേണ്ടി പാക്കറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. മാഗീൻ്റെ ചിക്കൻ ക്യൂബ്, അതുപോലെ മാഗിയുടെ തന്നെ വേറെ പാക്കറ്റുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അതിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉള്ളത് കാരണം LCHFിൽ അതൊന്നും സപ്പോർട്ട് ചെയ്യുന്നതുമല്ല. അപ്പം നമുക്ക് നോക്കാം ഹോം മെയ്ഡായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. ഒരു കിലോ മട്ടൻ്റെ സൂപ്പ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും വേണം. ആദ്യം നമ്മൾ ഉപ്പിട്ട് വേവിക്കും. പിന്നെ നമുക്ക് വറവിടാൻ വേണ്ടി 2 ചെറിയുള്ളിയും കറിവേപ്പിലയും പാകത്തിന് കുരുമുളക് പൊടിയും. ആദ്യം നമുക്ക് ഈ മട്ടൻ സൂപ്പ് പീസ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു കുക്കറിലേക്ക് ഇട്ടു. ഈ എല്ലുകൾക്ക് മുകളിൽ വെള്ളം വരത്തക്ക വിധം വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഒരു വിസൽ വന്ന ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് വെച്ച് കൊടുക്കുക. പിന്നീട് കുക്കർ ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. ഫസ്റ്റ് വിസൽ വന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 25 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ ഓഫ് ചെയ്തു. ഇവിടെ ഇപ്പം കുക്കർ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വേവായിട്ടുണ്ട്. ഫാറ്റ് എല്ലാം ചുരുങ്ങി കിടക്കുന്നു. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. വാട്ടർ കണ്ടൻ്റ് എല്ലാം നല്ല വെളുത്ത നിറം വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഈ വെള്ളം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ കഷ്ണങ്ങളെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതേ കഷ്ണങ്ങളിൽ തന്നെ ഇനിയും 4 പ്രാവശ്യം വരെ ഇതുപോലെ സൂപ്പ് തയ്യാറാക്കാം. ഇതിലെ വെള്ളം ഞാനൊരു സൂപ്പ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. 2 രീതിയിൽ നമുക്കിത് കഴിക്കാം. ഒന്ന്, ഈ സൂപ്പിൽ കുരുമുളക് പൊടിയും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പും ചേർത്ത് അങ്ങനെ കഴിക്കാം. അല്ല എങ്കിൽ ചെറിയുള്ളി വറുത്ത് ചേർത്ത് കഴിക്കാം. ഞാനിവിടെ ചെറിയുള്ളി വറവിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി 2 കഷ്ണം എടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ എടുക്കാറില്ല. വെള്ളം മാത്രം എടുത്ത് കഴിക്കലാണ്. കഷ്ണങ്ങൾ വീണ്ടും സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തു വെക്കും. ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ചെറിയുള്ളി മുറിച്ച് ചേർക്കുകയാണ്. ചെറിയുള്ളി പകുതി മുരിഞ്ഞു കഴിഞ്ഞു. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ചൂടെണ്ണയിൽ കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി നമുക്കിത് സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഞാൻ ഈ സൂപ്പ് ഉച്ചക്ക് ഭക്ഷണത്തിനോട് കൂടിയാണ് കഴിച്ചത്. ബാക്കി സൂപ്പിലെ കഷ്ണങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് 4 തവണ അതേ കഷ്ണങ്ങളിൽ സൂപ്പ് തയ്യാറാക്കി കഴിച്ചു. ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആകും. അപ്പോൾ ഉള്ളിലെ നടുവെല്ലാം നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഫസ്റ്റത്തെ തവണ വളരെ ഹാർഡാണ്. എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ പപ്പടം കുത്തിയൊക്കെ വെച്ച് കുത്തിയെടുക്കണം. ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ വിറകടുപ്പിൽ വെച്ച് സൂപ്പ് തയ്യാറാക്കാറ് എന്ന്. അന്നേരം സൂപ്പിൻ്റെ വെള്ളം മാറ്റിയിട്ട് ബാക്കി കഷ്ണങ്ങൾ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കും.
ഇളക്കി നന്നായിട്ട് ഉലർത്തിയെടുക്കും. എന്നിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, പുറത്ത് തന്നെ മാറ്റി വെക്കാറാണ്. വീണ്ടും 3-4 തവണ അതേ എല്ലിൽ തന്നെ സൂപ്പ് തയ്യാറാക്കും. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് തവണ ഫാറ്റ് കുറവായി എന്ന് തോന്നിയ സമയത്ത് നെയ്യിലാണ് ചെറിയുള്ളി വറുത്ത് ചേർക്കാറുള്ളത്. അപ്പോൾ ഈ സമയത്തും നമ്മൾ വീണ്ടും സൂപ്പ് തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് നെയ്യ് കുറവായി തോന്നിയാൽ നിങ്ങൾക്ക് ഉള്ളി വറുക്കുന്നത് വെളിച്ചെണ്ണ മാറ്റി നെയ്യിലാക്കാം. മുൻപ് ഞാൻ അറബിക് മരാഗും ചെമ്മീൻ സൂപ്പും തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി.